ഡെസ്റ്റിനേഷനിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുള്ളത് നമ്മൾ വയനാട്ടിലാണ്. വയനാട്ടിലെ സഫാരി ഹിൽസ് എന്നുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ലൊരു അടിപൊളി റിസോർട്ടാണ്. ഇന്നാണ് ഇവിടെ താമസിച്ചിട്ട് നാളെ ഒരു ട്രിപ്പ് ഉണ്ട്. നാളെ നമ്മളെ ഗുണ്ടൽപേട്ടിലെ ഗോപാലസ്വാമി ഹിൽസ്, അതുപോലെ തന്നെ ചെണ്ടുമല്ലി തോട്ടമുണ്ട്, സൂര്യകാന്തി തോട്ടമുണ്ട്, എല്ലാം ഒന്ന് കാണണം. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം. ഏതൊരാൾക്കും ഒരു ബഡ്ജറ്റ് ട്രിപ്പൊക്കെ ഉള്ള ഏതൊരാൾക്കും വന്ന് താമസിക്കാൻ പറ്റിയ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു റിസോർട്ടാണ്. എല്ലാ ഒരു കാര്യങ്ങളും വീഡിയോ കാണുക. വൈത്തിരിയാണ്, വയനാട് കയറി ഉടനെ തന്നെ വൈത്തിരിയാണ് ഈ റിസോർട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഈ ഒരു റിസോർട്ട് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഹോളിഡേ ഹബ് ട്രാവൽസാണ്. അവരെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തും കേരളത്തിനകത്തും എവിടെയൊക്കെ നിങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട് അവരെ കോൺടാക്ട് ചെയ്താൽ അവരെ താമസിക്കാൻ റിസോർട്ട് കാര്യങ്ങൾ അതുപോലെ എല്ലാ പാക്കേജായിട്ട് ചെയ്തു തരുന്നതാണ്. നിങ്ങൾ ഈ യാത്രയുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരൊന്ന് കോൺടാക്ട് ചെയ്യാൻ മതി എന്നുള്ളതാണ്. ബാക്കിയെല്ലാം സെറ്റ്. അപ്പോൾ ഈ ഒരു റിസോർട്ടിലേക്കൊന്ന് കയറാം, ചെക്ക് ഇൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കട്ടെ. നമ്മൾ റിസോർട്ടിൽ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. കുറച്ച് വൈകി ഒരു 5 മണിക്കാണ് ഇവിടെ ചെക്കിൻ എത്തിയിട്ടുള്ളത്. 2 മണിക്ക് ഓപ്പൺ ആണ് കേട്ടോ. ചെക്കിന് 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിസപ്ഷൻ ഏരിയ ആണ്. ഹലോ സർ. ഫയറുടെ അതിൻ്റെ ആ ഒരു പ്രൊസീജിയറൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റിസപ്ഷൻ ഏരിയൻ്റെ താഴെ തന്നെയാണ് കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട്, അതുപോലെ നമ്മളെ പൂള് കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടില്ലേ. അതൊരു പൂളുണ്ട്, അതുപോലെ കുട്ടികൾക്ക് ഏരിയ, പിന്നെ വില്ലകൾ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ചെക്കിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്ന് പോയി നോക്കാം. ഫയറിൻ്റെ ചെക്കിൻ ഒന്ന് കഴിയട്ടെ. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ റൂമിലേക്കൊരു പോകുന്ന വഴിയാണ് കേട്ടോ അത്. അവിടെയാണ് ഡൈനിങ് ഹാളായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ റൂമൊക്കെ വരുന്നത് ഈ ഒരു സൈഡിലേക്കാണ്. റൂമുകൾ ഒരു 2-3 ഏരിയകൾ സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരു 100 മുതലുള്ള ലെയർ, അത് 200, 300 അങ്ങനെയാണ്. അത് ഈ പൂൾ വില്ല അതുപോലെ റോയൽ വില്ലൊക്കെ എടുക്കുന്നത് 200, 300 ലൈനിലാണ്. നമ്മളെടുത്തിട്ടുള്ള റൂം 100 മുതലുള്ളതിലാണ്. ഇത് കണ്ടില്ല, ഒരു മഴവെള്ളം പോകുന്നൊരു സംഭവമാണ്. അത് മഴവെള്ളമൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഭംഗിയുണ്ട് കാണാനൊക്കെ. നല്ല മഴ പെയ്യുമ്പോഴൊക്കെ മഴവെള്ളം വെള്ളച്ചാട്ടം മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടിയുള്ള റൂമുള്ളത് 100 മുതലാണ്. ഈ ഒരു വഴിയാട്ടോ 101 അങ്ങനെതാണ് പറഞ്ഞിരുന്നത്. നമ്മളെ റൂം 2 ഒരു ബെഡ്റൂം, അതുപോലെ ഒരു കിച്ചണ്, ഡൈനിങ് ഹാളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ള ആ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 101 ആണ്. അപ്പോൾ ഇതിലേക്കൊന്ന് കയറി നോക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കി നോക്കാം. നമുക്ക് റൂമിലേക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതിനുള്ളിൽ. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യമല്ല, വളരെ മികച്ച രീതിയിലുള്ളൊരു ബെഡ്റൂം തന്നെ. പിന്നെ ഒരു സ്റ്റെയർ ഉണ്ട്. ആ ഒരു സ്റ്റെയർ കയറിയാൽ തന്നെ ഫസ്റ്റ് കാണുന്ന കിച്ചണാണ്. ഒരു കിച്ചൺ, ഒരു ഡൈനിങ് ഹാള്, ചെറിയ ടേബിൾ ഉണ്ട്, അതുപോലെ TV. നെക്സ്റ്റ് റൂം 2 റൂമായിട്ടാണ് ഒരു കോട്ടേജ് ഉള്ളത്. അടുത്ത റൂം ഇതിൻ്റെ നേരെ മുകളിലായിട്ടാണ് കേട്ടോ. കയറി നോക്കാം. ഇവിടെയും ഫുള്ള് സെറ്റാണ്. റൂമത്തെ കാഴ്ചകളുണ്ടല്ലോ. ആ റൂം, ആ ഒരു ഡൈനിങ് ഹാള് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. മുകളിലത്തെ റൂമിൽ നിന്ന് ചെറിയൊരു അതിൽ വെച്ചിട്ട് അവിടെ നിന്നൊരു ബാൽക്കണിയാണ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും മുകളിലത്തെ റൂം സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിൻഡോ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂം നല്ല വൃത്തികാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഒക്കെ ക്ലീൻ ആൻഡ് നീറ്റ്. കോഫിയോ ചായയാണോ ഓർഡർ ചോദിക്കുന്നുണ്ട് ഫയറോ. അപ്പോൾ അവനെന്തോ ചായ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ. ഫയർ ചായ ഇടുക. കോഫിയോ ചായയോ? അപ്പോൾ കോഫി ആക്കിയാലോ? ഫയർ ടീ മേക്കർ. കെറ്റിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കോഫി റെഡിയാക്കുന്നുണ്ട്. TV നെറ്റ്വർക്ക് എറർ. TV ഫോണാവും. അൻഷി ചായയോ കോഫിയോ? രണ്ടോ? അപ്പോൾ ഫയറിൻ്റെ കോഫി കുടിച്ചിട്ടാവാം ഇനി ബാക്കി കാര്യങ്ങൾ. നമ്മളെ വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോ നമ്മൾ സ്ഥിരം പ്രേക്ഷകരാണ്. ഫയറും 2
ഇരുന്ന് കാണുന്നുണ്ടായിരുന്നല്ലേ, ചായ കുടിച്ച് നമ്മുടെ ചാനലിന്റെ ആ ഒരു പൂന്തോട്ടത്തിന്റെ വീഡിയോ ഉണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു ചെണ്ടുമല്ലി പൂന്തോട്ടാണ്. കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. വരോ, എൻജോയ് മാൻ എൻജോയ്. സമയത്ത് 7 മണി. 7 മണിക്കാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ടൈം പറഞ്ഞിരുന്നത്, 7 മണിയുടെ ഉള്ളൂ എന്നുള്ളത്. എന്നാലും ആളുകളൊക്കെ ഉണ്ട് സ്വിമ്മിംഗ് പൂളിൽ. ഞങ്ങൾ ഏതായാലും രാവിലെ ഇറങ്ങാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഒന്ന് ഫ്രഷായി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ ആകുമ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. നല്ല ലൈറ്റും ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ ഇറങ്ങും. അതുവരെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അതൊന്ന് കണ്ടുവരാം. നൈറ്റ് വ്യൂ പൊളിയാണ് കേട്ടോ. ഈ ഒരു റിസപ്ഷൻ ഏരിയ, അതുപോലെ തന്നെ ഡൈനിങ് ഹാള്, ആ ഒരു ഫുഡിൻ്റെ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്താണ്. ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കുള്ളത്. രാവിലെ എങ്ങനെയും കുറച്ച് ക്ലിയറിൽ കാണാം. ഇവിടുത്തെ ഫയറും എൻ്റെ വൈഫും ചെറിയും കൂടി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നമ്മളുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. ആ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലായിട്ടോ കേട്ടോ ഈ ഒരു ഇൻഡോർ ഗെയിംസ് ഉള്ളത്. ഫയറും ചെറിയ അൻഷിയൊക്കെ കയറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് നോക്കാം. ചെസ് ബോർഡ് ഉണ്ട്, ക്യാരംസ് ഒരുപാട് സെറ്റ് ഉണ്ട്. പിന്നെ ഇതെന്ത്, ഈ ഗെയിമിൻ്റെ പേരെന്താ? ഫയറോ? ഇതിന് ഫുട്ബോൾ കളിക്കുന്നത് അല്ലേ? ബോൾ ഇങ്ങനെ തട്ടിയിട്ട് ഓരോ ടീമായിട്ട്. ഓക്കെ, ഇത് ബാഡ്മിൻ്റൺ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഡോർ ഗെയിംസ് ഉള്ളത്. ഞാനും ഫയർ ഒന്ന് കളിച്ചോ കണ്ടത് ടീമായിട്ട്. ഈ മഞ്ഞല്ലേ നെക്സ്റ്റ് പരിപാടി 7:30 മുതൽ 8:30 വരെ ഒരു കരോക്കെ ഉണ്ട് നമ്മൾ ഓപ്പൺ സ്റ്റേജിൽ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിംഗർ പാടുന്നുണ്ട്, നമ്മൾക്കൊക്കെ പാടാൻ അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, രാത്രിയിലുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ. പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയിലത്തെ ഫുഡ് ഫ്രൈഡ് റൈസ് എടുത്ത് വരുന്നുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് നോക്കാം. പൊറാട്ട, ചപ്പാത്തി, മറ്റുള്ള എന്താടാ? പൊറാട്ട ചപ്പാത്തി ഉണ്ട്, അതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇതിലെന്താണെന്ന് നോക്കാം. ഇത് ചിക്കൻ കറി ഉണ്ട്, അതുപോലെ ഒരു വെജിറ്റബിൾസ് ഐറ്റംസ് രാത്രിയുള്ളത് കേട്ടോ. ഗുഡ് മോർണിംഗ്. രാവിലെ ആയി. സ്വിമ്മിംഗ് പൂളിൽ അടുത്തുണ്ട്. ഫസ്റ്റ് തന്നെ എത്തിയിരുന്നുള്ളൂ കേട്ടോ. ഇന്നലെ രാത്രി ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഫയറു എൻ്റെ വൈഫ് എല്ലാവരും കൂടി സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. രാവിലെ ഒന്ന് ക്ലീനാക്കി, രാത്രി ഇതേവർക്ക് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ഒന്ന് ക്ലീനാക്കാമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ക്ലീനാക്കിയിട്ട് ചാടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്ന് കുളിച്ച് വരാം. കോരിച്ചിരിയുന്ന മഴയത്തും സ്വിമ്മിംഗ് പൂളിൽ ഫയർ ഇറങ്ങുന്നുണ്ട്. അപ്പുറം അഞ്ച് കയറിയിരിക്കൊണ്ട് ഇതിരെ നീന്തുവായിരുന്നു. കയറിടേ. ഇവിടുത്തെ ആ ഒരു പാർക്കാണ് കേട്ടോ. ആക്ടിവിറ്റീസ് ഉണ്ട്. രാത്രി വീഡിയോ എടുത്തിരുന്നു, അത് ക്ലിയർ ഉണ്ടോ ഉള്ള അറിയില്ല. അതാ രാവിലെ ഒന്നുകൂടി എടുക്കുന്നത്. ഒരു ക്രിക്കറ്റ് കോർട്ടാണ്, അതുപോലെ ജമ്പിങ്ങിനുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു റിസപ്ഷൻ ഏരിയ, ഡൈനിങ് ഹാള്, സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉള്ളത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കൈയൊക്കെ വിറക്കുന്ന. ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു സ്ഥലം കണ്ടില്ലേ, അതുപോലെ സ്വിമ്മിംഗ് പൂള്. ഞാൻ പറഞ്ഞ റെസ്റ്റോറൻ്റാണത്. അതിൻ്റെ മുകളിലാണ് കോൺഫറൻസ് ഹാള്. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ച് ഒന്ന് തുടങ്ങാം. ക്രിക്കറ്റ് കോർട്ടിൽ ഫയർ കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കളിച്ച് വരാം. ഇത് ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ടുണ്ട്. സ്പീഡാക്ക് ഇല്ല.
സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഒരു ഫാമിലി മൊത്തം ഇവിടെ വന്നിരുന്നു, 31 പേരടങ്ങുന്ന ഒരു ഫാമിലി. അപ്പോൾ അവരിത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിത് ഏതായാലും ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന തീരുമാനത്തിലാണ്. എല്ലാ കാര്യങ്ങളും കണ്ട്, അപ്പോൾ നിങ്ങളെല്ലാ വീഡിയോയും കണ്ടല്ലോ. നല്ല മഴയുമുണ്ട്. അതായത് രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് റെഡിയാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പോയി കയറിയിട്ട് നോക്കാം. അതെ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്ലേറ്റിൽ വന്നാൽ തന്നെ ബ്രെഡ്, ജാമ്, കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, കേക്ക്, ഇത് ജ്യൂസ്, അതുപോലെ തന്നെ പപ്പടം കഴിക്കുമ്പോൾ കോഴിമുട്ട ഉണ്ട്, ഇഡ്ഡലി, ഇതെന്ത് പേര്, സാമ്പാർ, കുറുമ, പൂരി, നെക്സ്റ്റ് ഉരുളക്കിഴങ്ങിൻ്റെ കറി, അതേപോലെ തന്നെ അവിൽ, ചായ, എല്ലാം സെറ്റാണ്. അപ്പോൾ എല്ലാവരും എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചായ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇഡ്ഡലിയും പൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റത്തെ ഫ്രൂട്ട്സ്, അവിലുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ മുന്തിരി ജ്യൂസുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഇതൊന്ന് തീർക്കാം. നമുക്ക് നേരെ ഇനി പോകുന്നത് ഗുണ്ടൽപേട്ടാണ്, ഗോപാൽസ്വാമി പേട്ട. അപ്പോൾ ആ ഒരു വീഡിയോ അടുത്തായിട്ട് ഇടുന്നുണ്ട്, അത് കാണാം. ഈ റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗം കൂടി കാണിച്ചു തരാറുണ്ട്. അതുകൂടി കണ്ടിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് നേരെ ഗോപാൽസ്വാമി പേട്ട, സൂര്യകാന്തി തോട്ടം, ചെണ്ടുമല്ലി. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒരു റോയൽ വില്ല ഉണ്ട് കേട്ടോ, അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാം. നമ്മളൊക്കെ എടുത്തിട്ടുള്ള സാധാരണ ബഡ്ജറ്റിൽ ഒതുങ്ങാൻ പറ്റുന്ന ഒരു റൂമുകളാണ്. മറ്റൊരു വില്ല ഉണ്ട്, മറ്റേ പൂൾ വില്ല. പക്ഷെ അതിൽ ആളുള്ളതുകൊണ്ട് നമുക്ക് ഓപ്പൺ ആക്കി കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് റോയൽ വില്ല കണ്ടിട്ടൊന്ന് വരാം. ഇതാണ് നമ്മൾ ആ പറഞ്ഞ ഒരു റോയൽ വില്ല. ഇതിൽ 3 ബെഡ്റൂമാണ്. നമ്മൾക്ക് ഉപയോഗിച്ചിരുന്നത് 2 ബെഡ്റൂമായിരുന്നു. അപ്പോൾ 3 ബെഡ്റൂം ഒരു ഫാമിലിയൊക്കെ വന്നായിട്ട് ഒരു റോയൽ വില്ല എടുക്കുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് കയറി നോക്കാം. ഈ വില്ലയിൽ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ സിറ്റ് അവിടെ നിന്ന് കയറിയാൽ തന്നെ ഈ ഒരു ഹാള് കണ്ടില്ലേ, ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹാളുണ്ട്, കിച്ചൺ. അതുപോലെ തന്നെ മുകളിൽ ഒരു ഡൈനിങ് ഹാളുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് താഴെ റൂമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു വലിയ റൂമാണ്, കണ്ടില്ലേ, അത്യാവശ്യം വലിയ റൂം. അതൊന്ന് സ്റ്റെയർ ഒന്ന് കയറി പോയാൽ തന്നെ ഇത് ഈ ഒരു ഹാള് പറഞ്ഞത്. അവർ കാണുന്ന പോലെയല്ല, ഇവിടെ എത്തിയതിന് ഇങ്ങോട്ടും ചെറിയ സ്പേസ് ഉണ്ട്, ടി വി ഉണ്ട് ഇവിടെ. പിന്നെയൊന്ന് മുകൾക്ക് കയറി തന്നെ 2 റൂമുള്ളത്, 2 സൈഡിലായിട്ട്. ടോട്ടൽ 3 ബെഡ്റൂമാണെന്ന് പറഞ്ഞിരുന്നത്. ഇതേ നെക്സ്റ്റ് ബെഡ്റൂം. നമ്മൾ ഉപയോഗിച്ച ബെഡ്റൂമാണെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി വലിപ്പമുള്ള ബെഡ്റൂമാട്ടത്. പിന്നെ ഷെൽഫ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് അടുത്ത റൂമുണ്ട്. 3 റൂമും ഏകദേശം ഒരേപോലെ തന്നെയാണ്. റൂമിൻ്റെ ബാത്റൂമാണ് കേട്ടോ അടുത്തതിനുള്ളത്. ഒക്കെ അതെ, നല്ല വൃത്തിയായിട്ട് എല്ലാം നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലക്കത്തെ ഈ ഒരു താമസം വയനാട്ടിലെ ഈ റിസോർട്ടിലായിരുന്നു, സഫാരി ഹില്ലിൽ. അത് താമസം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ എസ്പെഷ്യലി താങ്ക്സ് പറയുന്നത് ഹോളിഡേ ഹബ് ട്രാവൽസിനോടാണ് കേട്ടോ, ഇങ്ങനെ ഒരു സ്റ്റേ ഓഫർ ചെയ്തിരുന്നതും. പിന്നെ സ്റ്റേ എന്ന് പറയുകയാണെങ്കിൽ രക്ഷയില്ല, നല്ലൊരു സ്റ്റേ തന്നെ ആയിരുന്നു. പൂളായിട്ടും ഒരുപാട് ഗെയിംസും കാര്യങ്ങൾ, ഇവിടുത്തെ ക്ലൈമറ്റ്, ഈ ഒരു ഏരിയ തന്നെ അടിപൊളിയായിരുന്നു. ഇനി നേരെ പോകുന്നത് നമ്മളെ ഗുണ്ടൽപേട്ടയിലേക്കാണ്. ഗുണ്ടൽപേട്ട, അതേപോലെ തന്നെ ഗോപാൽസ്വാമി പേട്ട, ആ ഒരു ഹില്ല് കയറണം. പിന്നെ സൂര്യകാന്തി തോട്ടം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി എല്ലാവരും കാണുക. ചാനൽ തീരെ കണ്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹോളിഡേ ഹബ്ബ്, അപ്പോൾ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ എന്തെങ്കിലും ട്രിപ്പ് പരമായിട്ടുള്ള എന്ത് കാര്യത്തിനും അവരെ വിളിക്കുക, എല്ലാ സഹകരണവും എല്ലാം ഉണ്ടാവും. നല്ല പാക്കേജായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോനെ വരാം. അതുവരെ ബൈ ബൈ.